1 കൊരിന്ത്യർ 15:1-2. നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുമായ സുവിശേഷം നിങ്ങൾ മുറുകെ പിടിക്കുക. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലെ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നു സുവിശേഷം മുറുകെ പിടിക്കുവാനായി. അവർ സുവിശേഷം കേട്ട് അത് സ്വീകരിക്കുവാനിടയായി. അത് മുഖാന്തരം അവർ രക്ഷിക്കപ്പെടുവാനും ഇടയായി. അത് മുഖാന്തരമാണ് അവർ നിലനിൽക്കുന്നതും അതിൽ നിലനിൽക്കുവാനും ദൈവം കൃപ ചെയ്തു. പൗലോസ് അപ്പോസ്തലനെ സുവിശേഷം അറിയിക്കുവാനാണ് ദൈവം തിരഞ്ഞെടുത്തത്. ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം അതിശ്രേഷ്ഠകരമായ രീതിയിൽ തന്നെ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിച്ച സുവിശേഷത്തിൻ്റെ മർമ്മം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവം കൃപ പകർന്നു. ആ സുവിശേഷം സ്വീകരിച്ച് നാം രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, അതിൽ നിലനിൽക്കണമെന്ന് അപ്പോസ്തലൻ പറയുന്നു. അതിനെ മുറുകെ പിടിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വൃഥാവായി പോകുവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിലും സ്വീകരിച്ചതും രക്ഷിക്കപ്പെടുവാൻ മുഖാന്തരവുമായ സുവിശേഷത്തിൽ നിലനിൽക്കുവാനായി നാം അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കഴിയുമെങ്കിൽ വ്രതന്മാരെ പോലും തെറ്റിക്കുവാനായി പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പല വിധത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് പിശാച് ജനത്തെ സത്യത്തിൻ്റെ പാതയിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം. നമ്മെ വീണ്ടെടുത്ത നാഥൻ്റെ സുവിശേഷത്തെ നാം മുറുകെ പിടിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. നാം നിലനിൽക്കുന്നു എങ്കിൽ അത് ദൈവകൃപയാണ്. അതിൽ നമുക്ക് പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15:10 ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നു, എൻ്റെ കഴിവാണ് എന്നൊക്കെ പറഞ്ഞ് നാം അഹംഭാവം കാണിച്ചാൽ നാം വീണുപോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃപ മാത്രമാണ് നമ്മെ താങ്ങി നിർത്തുന്നതെന്നും അറിഞ്ഞ സത്യത്തിലും സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലും രക്ഷയിലുമൊക്കെ നിലനിൽക്കുവാനും സുവിശേഷത്തെ മുറുകെ പിടിക്കുവാനും ദൈവത്തോട് നമുക്ക് കൃപയ്ക്കായി യാചിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, സുവിശേഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിലനിൽക്കുവാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗാഡ് ബ്ലെസ് us all.